കേന്ദ്ര സർക്കാർ അഴിമതിക്കാർ കേന്ദ്ര ഭരണം തച്ചുടയ്ക്കാൻ അണിനിരക്കണം. പറയുന്നത് കേരളത്തിലെ കോൺഗ്രസുകാരല്ല, കേരളത്തിലെ CPM-കാരല്ല, കേന്ദ്രത്തിന്റെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നും തന്നെയല്ല. പറയുന്നത് BJP-യുടെ NDA-യുടെ കേരള ഘടകമാണ്. BJP സംസ്ഥാന അധ്യക്ഷനും NDA-യുടെ സംസ്ഥാന ചെയർമാനുമായ K. സുരേന്ദ്രൻ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ പദയാത്ര നടത്തി വരികയാണ്. BJP-കാരെയൊക്കെ കൂട്ടി ഒരു ആവേശം നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പദയാത്രയ്ക്ക് ആവശ്യമായ സാധാരണക്കാരുടെ ഒരു ശ്രദ്ധ ലഭിക്കുന്നില്ല എന്നത് സത്യം തന്നെയാണ്. മാധ്യമ ശ്രദ്ധ പോലും ഈ പറയപ്പെടുന്ന പദയാത്രയ്ക്ക് ലഭിക്കുന്നില്ല. പക്ഷേ വണ്ടികളിലും മറ്റും ആളുകളെ നിറച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന പദയാത്ര നടത്തപ്പെടുന്ന വേദികളിലേക്ക് ആളുകളെ എത്തിക്കുവാൻ BJP-ക്ക് ഒരു പക്ഷേ സാധിക്കുന്നുണ്ടാകാം. അതേ K. സുരേന്ദ്രൻ നയിക്കുന്ന ഈ കേരള പദയാത്രയിൽ ഉയർന്നു കേട്ടൊരു ഗാനമാണ്, അവരുടെ പ്രചരണ ഗാനമാണ്, അഴിമതിക്കാരായ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ഭരണം തച്ചുടയ്ക്കുവാൻ വോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ K. സുരേന്ദ്രൻ പദയാത്ര നടത്തുന്നത് ഇവിടുത്തെ CPM-കാർക്ക് വേണ്ടിയാണോ അതോ കോൺഗ്രസുകാർക്ക് വേണ്ടിയാണോ? നമുക്കറിയാം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP-ക്ക് വമ്പൻ മുന്നേറ്റം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ പടവലങ്ങയുടെ അവസ്ഥയിലാണ് BJP പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ സഹതാപത്തോടെ വോട്ട് ചെയ്ത് O. രാജഗോപാലിനെ നിയമത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിച്ചെങ്കിലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാജഗോപാൽ മത്സരിച്ചു വിജയിച്ച നിയമം പോലും കയ്യിൽ നിന്ന് പോയി വട്ടപൂജ്യമായി BJP-യുടെ അവസ്ഥ. ലോക്സഭയിലേക്ക് നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് രണ്ടാം തുടർഭരണം നൽകിയ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ 0 സീറ്റായിരുന്നു. ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ കേരളത്തിൽ എവിടെ നിന്നെങ്കിലും ഒരു താമര വിരിയിച്ചു കൊടുക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടായ കേരള BJP ഘടകം അതിൽ വമ്പൻ പരാജയമാണ് നേരിട്ടത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 36 സീറ്റുകൾ ലഭിച്ച് ഞങ്ങൾ അധികാരത്തിലെത്തുമെന്ന് വീമ്പ് പറഞ്ഞ K. സുരേന്ദ്രൻ തന്നെ വീണ്ടും അധികാര സ്ഥാനത്ത് തുടർന്ന് മുന്നോട്ട് പോകുന്ന കേരള BJP-യിൽ നിന്നും ഇത്തരത്തിലൊരു വീഴ്ച വന്നത് ഗുരുതരകരം തന്നെയാണ്. നമുക്കറിയാം, നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞു അടുത്തത് കേരളമാണെന്ന്. എങ്ങനെയാണ് നിങ്ങൾ കേരളം ലക്ഷ്യം വെക്കുന്നത്? BJP-യുടെ ഇപ്പോഴത്തെ സംസ്ഥാന നേതാക്കന്മാരെ വെച്ചുകൊണ്ടോ? കോൺഗ്രസിലുള്ളതിനേക്കാൾ CPM-ലുള്ളതിനേക്കാൾ വമ്പൻ ചേരിപ്പോരാണ് BJP-ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. K. സുരേന്ദ്രനെ എതിർക്കുന്നവർ, K. സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ, അങ്ങനെ പല തട്ടിൽ. BJP-ക്ക് ഇത്തവണ ആകെ പ്രതീക്ഷയുള്ള തൃശ്ശൂരിലാകട്ടെ സംസ്ഥാന നേതൃത്വത്തെ ഒന്നും മൈൻഡ് ചെയ്യാതെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കൂടി അവിടെ പ്രചരണം നടത്തി വരുന്നു. പക്ഷേ എങ്ങാനും സുരേഷ് ഗോപി ജയിച്ചാലോ ഞങ്ങൾക്ക് ആ ക്രെഡിറ്റ് പോകില്ലേ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ വലിഞ്ഞു കയറി അവിടേക്ക് ചെല്ലുന്നുമുണ്ട്. അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരകരമായ ഒരു വീഴ്ച കേരള BJP-യുടെ നേതാവ്, കേരള സംസ്ഥാന നേതാവ്, സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയിൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പദയാത്ര നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു റാലി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുസമ്മേളനം നടത്തുമ്പോൾ ഒരു പാർട്ടി പരിപാടി നടത്തുമ്പോൾ അതിലേക്ക് ആളെ കൂട്ടുന്നതിനായി ആളുകളിലേക്ക് ആവേശം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പ്രചാരണ ഗാനങ്ങൾ എഴുതി ഉണ്ടാക്കുന്നതും അത് പിന്നീട് പുറത്തുവിടുന്നതും. എഴുതി ഉണ്ടാക്കിയവർക്കോ തെറ്റി, പാടിയവർക്ക് തെറ്റി, റെക്കോർഡ് ചെയ്തവർക്ക് തെറ്റി, സംഗീത സംവിധാനം നൽകിയവർക്ക് തെറ്റി. പക്ഷേ ഇത് പുറത്തുവിട്ടവർക്കും എങ്ങനെ തെറ്റി അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിച്ചില്ല എന്ന് ചോദിച്ചാൽ ഈ പറയപ്പെടുന്ന BJP സംസ്ഥാന ഘടകം എന്തുകൊണ്ട് വട്ടപൂജ്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നതിന്റെ ഉത്തമമായ ഉത്തരമാണ് അത്. കാരണം ആർക്കും ഒരു ശ്രദ്ധയുമില്ലെന്നേ. ഇതൊക്കെ നടത്തിയിട്ടും കാര്യമൊന്നുമില്ല. ഈ ലോക്സഭയിലും വട്ടപൂജ്യമായ തന്നെയായിരിക്കും ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന ഉത്തമ ബോധ്യം BJP-ക്കാർക്കുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണ്ടേ? ഈ പറയപ്പെടുന്ന സംസ്ഥാന സർക്കാർ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നവകേരള സന്ദേശ യാത്രയും നവകേരള സദസ്സും ഒക്കെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇവിടെ അവരുടെ പാർട്ടി പരിപാടികളുമായി KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മുന്നോട്ട് പോകുമ്പോൾ ഒരു തീ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് UDF മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് K. സുരേന്ദ്രനെ ഇറക്കിക്കൊണ്ട് നടത്തുന്ന പരിപാടിയാണ് കേരള പദയാത്ര. രാവിലെ അവിടെയുള്ള ക്ഷേത്രങ്ങളിലും പൗരപ്രമുഖന്മാരുടെ വീടുകളും ഒക്കെ സന്ദർശിക്കും. പിന്നീട് എവിടെ നിന്നെങ്കിലും ഒരു 2-3 കിലോമീറ്റർ നടക്കും. അതിനുശേഷം അവസാനം ഒരു പൊതുസമ്മേളനം വെക്കും. അവിടെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും, തിരിച്ചു പോകും. അല്ലാതെ സാധാരണക്കാർക്ക് കേരള പദയാത്ര കൊണ്ട് എന്ത് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. മോദി സർക്കാരിനെ വിമർശിക്കുന്നവർ ഒട്ടനവധി പേരുണ്ട്. പക്ഷെ ജനോപകാരപ്രദമായ പല പദ്ധതികളും മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുമുണ്ട്. അതിന്റെ പ്രയോജനം ലഭിക്കുന്ന ഒട്ടനവധി പേർ കേരളത്തിലുമുണ്ട്. പക്ഷെ ഇതൊന്നും വോട്ടാക്കി മാറ്റുവാൻ
കേരള BJP ഘടകത്തിന് സാധിക്കുന്നില്ല. കാരണം അധികാര സ്ഥാനത്ത് തുടരുവാൻ വേണ്ടി തമ്മിൽ തല്ലുന്ന ഇവർക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അണികളെ അണിനിരത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുവാനോ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. ലോക്സഭയിൽ ഇത്തവണ BJP സർക്കാർ NDA സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകുന്നത്, രാമരാജ്യം തീർക്കുവാൻ വേണ്ടി അയോധ്യയിൽ രാമക്ഷേത്രം പണിതീർത്തു കഴിഞ്ഞു. അത് വോട്ടാകും. അതുകൊണ്ട് തന്നെ എല്ലായിടത്തു നിന്നും ഹിന്ദു സമൂഹം വമ്പൻ രീതിയിൽ BJPക്ക് വോട്ട് ചെയ്യുമെന്നും ആ വോട്ട് കൊണ്ട് അധികാരത്തിലെത്താമെന്നുമാണ് കേന്ദ്ര സർക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ BJP നേതൃത്വം എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഈ രാമക്ഷേത്രമോ ഈ പറയപ്പെടുന്ന ഹിന്ദു വർഗീയവാദമോ അല്ലെങ്കിൽ കാവ്യ പുതപ്പിക്കാൻ ഇറങ്ങുന്നതൊന്നും കേരളത്തിൽ വോട്ടാകില്ല എന്നത് ചരിത്രമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് അത്യാവശ്യം ബോധമുള്ളവർ തന്നെയാണ്. അവർക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണം, ചാണകത്തിൽ ചവിട്ടരുത് എന്ന് വ്യക്തമായി അവർക്കറിയാം. അങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് കാട്ടിക്കൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ BJP നേരിടാൻ പോകുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇത്തവണയും കേരളത്തിൽ മത്സരം നടക്കുവാൻ പോകുന്നത്, തൃശ്ശൂർ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ മത്സരം നടക്കാൻ പോകുന്നത് UDF-ഉം LDF-ഉം തമ്മിലാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ ഈ UDF-ഉം LDF-ഉം ഒക്കെ ഒരു മുന്നണിയിൽപ്പെടുന്ന ആളുകളാണെങ്കിലും കേരളത്തിൽ അവർ പരസ്പരം പോരാടും. കഴിഞ്ഞ തവണ നമുക്കറിയാം 20-ൽ 19 സീറ്റ് നേടിക്കൊണ്ടാണ് ആലപ്പുഴ ഒഴിച്ച് ബാക്കി മുഴുവൻ സീറ്റ് നിലനിർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ പിടിച്ചെടുത്തുകൊണ്ടാണ് UDF മുന്നോട്ട് പോയത്. LDF-ന് വമ്പൻ പരാജയമായിരുന്നു ഈ പറയപ്പെടുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. ഇത്തവണയും അത് തന്നെ ആവർത്തിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കഴിഞ്ഞ ദിവസം CPM-ന്റെയും CPI-യുടെയും ഒക്കെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു. കോൺഗ്രസിൽ നിലവിലെ MP-മാർ തന്നെ മത്സരിക്കുവാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാരിനെതിരെ വലിയൊരു ജനവികാരം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ UDF-ന് അത് നേട്ടമാക്കുവാൻ സാധിക്കും, വോട്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ശബരിമല വിഷയം വരുന്നത്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റാൻ വേണ്ടി, സ്ത്രീകളെ കയറ്റാൻ വേണ്ടി LDF സർക്കാർ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്തപ്പോൾ, എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുത്തപ്പോൾ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP വലിയ പ്രക്ഷോഭത്തിന് തയ്യാറായി മുന്നോട്ട് വന്നു. വിശ്വാസങ്ങൾ സംരക്ഷിക്കുവാൻ, വിശ്വാസികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുവാൻ BJP മുന്നോട്ട് വന്നു. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സുരേന്ദ്രൻ അന്ന് പലതവണ അറസ്റ്റ് വരിക്കേണ്ടി വന്നു. അതോടുകൂടി BJPക്ക് ഒരു വലിയ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും എന്ന് BJP കണക്ക് കൂട്ടി. പക്ഷെ ആ നേട്ടങ്ങളെല്ലാം പോയത് UDF-ന്റെ വോട്ട് ബാങ്കിലേക്കാണ്. ഇതിന് കാരണം ആരെ വിശ്വസിച്ചാണ് കേരളത്തിലെ BJP ഘടകം വോട്ട് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ്. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ അമിത്ഷായുണ്ട്, നരേന്ദ്രമോദി ഉണ്ട്. അത്തരത്തിൽ വിശ്വസിച്ച് ചെയ്യുവാൻ പറ്റുന്ന ഒട്ടനവധി മുഖങ്ങൾ കേന്ദ്രത്തിലുണ്ടെങ്കിലും കേരള BJP-യിൽ തങ്ങൾക്ക് വിശ്വാസയോഗ്യരായ നേതാക്കന്മാരില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാർ ചിന്തിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ സാധാരണക്കാർക്കിടയിലേക്ക് സംസാരിക്കുമ്പോൾ ഇവർക്ക് മോദിയെ ഇഷ്ടമാണ്, കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തെ ഇഷ്ടമാണ്, അവരുടെ നിലപാടുകളെ ഇഷ്ടമാണ്. പക്ഷെ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനോ CPM-നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാദേശിക പാർട്ടികൾക്കോ ആയിരിക്കും. കാരണം ചോദിച്ചാൽ പറയും, ആരെ കണ്ടിട്ടാണ് വോട്ട് ചെയ്യേണ്ടത്? കേരളത്തിൽ സുരേന്ദ്രനെ കണ്ടിട്ട് വോട്ട് ചെയ്യണോ, അതോ മുരളീധരനെ കണ്ടിട്ട് വോട്ട് ചെയ്യണോ, അതോ സുരേഷ് ഗോപിയെ കണ്ടിട്ട് വോട്ട് ചെയ്യണോ എന്ന് ചോദിക്കുന്ന ഒട്ടനവധി പേർ കേരളത്തിൽ സാധാരണക്കാർക്കിടയിലുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ വോട്ട് നേടുന്നതിന് വേണ്ടി ഈ ലോക്സഭാ ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന കേരള പദയാത്രയിൽ ഇത്തരത്തിൽ ഒരു വീഴ്ച വന്നിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. കേന്ദ്ര സർക്കാർ വീണ്ടും ഒരു 3-ാം തവണ കൂടി അധികാരത്തിലെത്തുമെന്ന് 100% വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ, കേരളം പിടിക്കുമെന്ന് പറയുമ്പോൾ, കേരളത്തിൽ BJP-യുടെ ഓഫീസ് പണിതപ്പോൾ അതിന് മുഖ്യമന്ത്രിക്ക് ഓഫീസ് പണിതിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ അഴിമതി ഭരണം തച്ചുടയ്ക്കുവാൻ വോട്ട് ചെയ്യണം, അണിനിരക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരള സംസ്ഥാന ഘടകം, BJP-യുടെ സംസ്ഥാന ഘടകം ഇത്തരത്തിലൊരു പരിപാടിയുമായി രംഗത്തേക്ക് വരുന്നത്. എന്തൊരു ആഭാസമാണല്ലേ ഇത് പുറത്തായതുകൂടെ, ഈ പാട്ട് പുറത്തായതോടുകൂടി ആകെ വെട്ടിലായിരിക്കുകയാണ് കേരള സംസ്ഥാന BJP ഘടകം എന്ന് പറയാം. കാരണം എന്ന് പറയുന്നത് ഇതിന് ഉത്തരം പറയേണ്ടി വരിക സുരേന്ദ്രൻ തന്നെയായിരിക്കും. കാരണം ഇത്രത്തോളം ലക്ഷ്യം വെച്ച് കരുക്കൾ നീക്കി പണം ഇറക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരും NDA-യും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരകരമായ ഒരു വീഴ്ച വന്നിരിക്കുന്നത്. സുരേന്ദ്രൻ ജിയോടാണ് പറയുവാനുള്ളത്, അല്പസ്വല്പം ശ്രദ്ധ ഇത്തരം പരിപാടികളിലൂടെ ചെലുത്തുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വന്നിരുന്നു പറഞ്ഞതുപോലെ 36 സീറ്റിൽ ഞങ്ങൾ അധികാരത്തിലെത്തും, പാലക്കാട് കിട്ടും, തിരുവനന്തപുരം കിട്ടും, അങ്ങനെ പലതും കിട്ടുമെന്ന് പറഞ്ഞു ഒന്നും കിട്ടാതെ പോയി. അവസാനം ഇത്തരം മണ്ടത്തരങ്ങൾ കാണിച്ച് കയ്യിൽ പ്രതീക്ഷയുള്ള തൃശ്ശൂർ കൂടി കയ്യിൽ നിന്ന് പോകും എന്നൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമൊക്കെ സുരേഷ് ഗോപിക്ക് വമ്പൻ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാർക്കിടയിൽ അത് ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കോഫി വിത്ത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു പരിപാടി തൃശ്ശൂരിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ മുക്കിനും മൂലയിലുമൊക്കെ ഈ പറയപ്പെടുന്ന BJP-യുടെ ജില്ലാ കമ്മിറ്റിയും സുരേഷ് ഗോപിയും ചേർന്ന് നടത്തിയിരുന്നു. ആ ചടങ്ങിലേക്ക് വന്ന സാധാരണക്കാർക്ക് എന്ത് ലഭിച്ചു? അവർക്ക് ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപിയോട് നേരിട്ട് സംസാരിക്കുവാൻ പോലും സാധിച്ചില്ല എന്ന പരാതികൾ പരക്കെ ഉയരുന്നുണ്ട്. എന്തായാലും UDF-ഉം LDF-ഉം
അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി ലിസ്റ്റ് ഏകദേശമൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷേ BJP-യിൽ ആരൊക്കെ മത്സരിക്കുമെന്നോ NDA-യിൽ ആരൊക്കെ മത്സരിക്കുമെന്നോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്നു നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ ആരെന്ന് പോലും അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഗുരുതരകരമായ വീഴ്ചകൾ കൂടി BJP സംസ്ഥാന ഘടകത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.